ബ്ലെസ്സിയുടെ ആടുജീവിതം. ഈ ഒരു സിനിമ നമ്മൾ കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു തേങ്ങൽ ഒരു വിഷമം ഇങ്ങനെ നിഴലിക്കും നമ്മുടെ മനസ്സിനകത്ത്. അങ്ങനത്തെ ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു നോവൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ബെന്യാമിൻ്റെ, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ള നോവലുകളിലൊന്നാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു കഥ നമ്മൾ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു നോവൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു വിഷ്വൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നജീബ് വന്നുപെട്ടിട്ടുള്ള ഒരു മസറയും ആ ആടുകളും മരുഭൂമി, അതിൻ്റെ ചൂട്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ പണ്ടെങ്ങോ കാണുകയും കേൾക്കുകയും ചെയ്തതുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുമല്ലേ? വാങ്മയ ചിത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അത് ഇത്തരം നോവലുകളെ സിനിമയാക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നമാണ്. ചിത്രങ്ങൾ, ആ മനസ്സിലുള്ള ചിത്രങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ആ സിനിമയിലെ ഫ്രെയിമുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ചിത്രങ്ങളുടെ അപ്പുറത്തേക്ക് നമുക്ക് തരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഞാൻ ഈ ഒരു നോവൽ വായിച്ച സമയത്ത് എന്താണോ ഞാൻ കണ്ട മരുഭൂമി, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു മസറ, അല്ലെങ്കിൽ ആ ഒരു ഫാം എന്ന് പറയുന്നത് എന്തായിരുന്നോ അത് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമയിൽ കണ്ടത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 10 വർഷത്തിൽ കൂടുതലായിട്ട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്നത്. ബ്ലെസ്സിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് കൂടെയാണ് ആടുജീവിതം അല്ലേ? കുറേ മുന്നേ തന്നെ ഇത് സിനിമയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ വരുന്നുണ്ടായിരുന്നു, പൃഥ്വിരാജിനെ നായകനാക്കിയിട്ട് വരുന്നു എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും സമയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ആളുകളുടെ ഇത്രയും അധികം ആളുകൾ വായിച്ചിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ, ഈച്ച് ആൻഡ് എവരി ഓരോ സെഗ്മെൻറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു കഥേനെ എടുത്ത് ചെയ്യുന്ന സമയത്ത് ആ ആൾക്കാർ വായിച്ചതും അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള വിഷ്വലിനെയും അപ്പുറത്തേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കണം ഈ ഒരു സിനിമ എന്നുള്ള വാശി പുറത്തായിരിക്കാം ഇത്രയും സമയം എടുത്തത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും സമയം എടുത്തത്. അവിടെ ഈ ഒരു സിനിമ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ബെന്യാമിൻ എന്താണോ നമുക്ക് കൊണ്ടുവന്ന് തന്നത് അതിനെ നമ്മൾ സ്ക്രീനിൽ ഇരുന്നിങ്ങനെ കാണണം, നമ്മുടെ മുന്നിൽ ഇരുന്നിങ്ങനെ കാണണം നമ്മൾ ചെയ്യുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിയേറ്ററിലാണോ എന്നുള്ള ഇതിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഞാൻ ആ സിനിമയിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. നമ്മളൊരു VR കാണുന്ന പോലെ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോറി, ഈ കഥ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലൊരു വിങ്ങലാണ്. അവർ എന്താ പറയുക, എയർപോർട്ടിൽ പോയി ഇറങ്ങുന്ന സീന് മുതൽ നമുക്കറിയാം അവരൊരു ട്രാപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ, ഈ ഒരു നോവൽ വായിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വേദനയാണ്, ഇത്രയും സന്തോഷത്തോടെ പോകുന്ന ഈ ഒരു മനുഷ്യർ അനുഭവിക്കാൻ പോകുന്നത് ഇനി വേറൊരു സംഭവമാണല്ലോ എന്നുള്ളത്. അപ്പോൾ അവിടെ മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ ഒരു സിനിമയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഇനി ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ബ്ലെസ്സിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സത്യത്തിൽ ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ബ്ലെസ്സിയുടെ സിനിമയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ? കാരണം അത് അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഫസ്റ്റത്തെ സിനിമയായിട്ടുള്ള കാഴ്ച ആണെന്നുണ്ടെങ്കിലും, പളുങ്കാണെന്നുണ്ടെങ്കിലും, അതേപോലെ ഇപ്പോൾ തന്മാത്രയാണെന്നുണ്ടെങ്കിലും, പിന്നെ അവിടുന്ന് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കളിമണ്ണാണെന്നുണ്ടെങ്കിലൊക്കെ ബ്ലെസ്സിയുടെ സിനിമകൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള സിനിമകളാണ്. ബാക്കിയുള്ള ആൾക്കാരൊന്നും മനുഷ്യരെ സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതല്ല, എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും, പളുങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നമുക്ക് മമ്മൂക്കാനെ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല അല്ലേ? ആ ഒരു മനുഷ്യനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഒരു അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നാട്ടിൻപുറത്തുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് പളുങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ പറ്റുക അല്ലേ? ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അവരൊന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വാഴക്കൊല വെട്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളെ കാണാൻ പോകുന്ന സമയത്ത് പ്രിൻസിപ്പളിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പയും കിഴങ്ങൊക്കെ ആയിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യനെ ജീവിതഗന്ധിയായിട്ട് പറയുന്ന സിനിമകൾ എന്നും വളരെ മികച്ച രീതിയിൽ മലയാളത്തിന് തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് ബ്ലെസ്സി എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഇതല്ലാതെ വേറെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ആ രീതിയിലുള്ള സിനിമ തന്നെയാണെന്നുള്ളതാണ്.
ഇനി നമ്മൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടറിലേക്ക് വരുന്ന സമയത്ത് പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എന്താ പറയുക, ഡയറക്ടറിൻ്റെ ഒരു ടൂളാണ് ഓരോ ആക്ടേഴ്സും എന്ന് പറയുന്നുണ്ട്. അവരുടെ ഒരു ഇൻപുട്ടും എല്ലാം അതിനകത്ത് ഇടുന്നുണ്ടെങ്കിലും, ആക്ടറിൻ്റെ ഒരു ഇൻപുട്ടും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ കൂടെ, എന്നിരുന്നാലും ഡയറക്ടറിൻ്റെ ഒരു ടൂളാണ് ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആൾക്കാർ ആ ഡയറക്ടറിൻ്റെ വിഷൻ, അയാളുടെ മനസ്സിലുള്ള ആ കഥയെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് ഞങ്ങൾ എന്നുള്ളതാണ് മൂപ്പർ പറയുന്നത്. ആ ഒരു ടൂള് അല്ലെങ്കിൽ അത് ടൂളായിരിക്കെ അതിനോട് ഒരു എന്താ പറയുക കൊടുത്തിട്ടുള്ളൊരു ഡെഡിക്കേഷനാണ് എൻ്റെ പൊന്നോ ആ മനുഷ്യൻ. അതായത് ഈ ഒരു സിനിമ ഒരു ഫസ്റ്റ് കേരളത്തിൽ അവർ ജോലിക്ക് പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സൗദിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു കാലഘട്ടം, സൗദിയിലേക്ക് എത്തി അവിടെ ട്രാപ്പായി, ആ ട്രാപ്പിലൂടെ ജീവിച്ച് പിന്നെ അവിടുന്ന് ഒരു രക്ഷപ്പെടാനുള്ളൊരു ഹോപ്പ്, ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. ആ ഓരോ ട്രാൻസിഷനിലും ആ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിനകത്ത് മൂപ്പര് ഡ്രസ്സെല്ലാം അയച്ചിട്ടുള്ള ഒരു സീനുണ്ട്. അതിൻ്റെ പൊന്നെ, ആ സീനിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു പോയി. പെട്ടെന്ന് മനസ്സിൽ നിന്ന് അറിയാണ്ട് വന്നു പോയ ഒരു സാധനമാണത്. എന്താ പറയുക, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്ര ഡെഡിക്കേഷൻ ഒരു മനുഷ്യൻ കൊടുക്കുമോ? അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യരുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കും. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്നത് മാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് വേറെ റേഞ്ചാണ്. ഈ ഒരു സിനിമക്കകത്ത് നമുക്ക് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല സിനിമകൾ നമ്മൾ പൃഥ്വിരാജിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു എലമെൻറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ത്രൂ ഔട്ട് നജീബാണ്. പൃഥ്വിരാജായിട്ട് നമുക്ക് തോന്നത്തേ ഇല്ല, നജീബായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഈ എന്താ പറയുക, ഈ മസറയിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക സീനുകളിൽ ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ട്രാപ്പായി ഞാൻ പെട്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നലിന് വിഷമവും കരച്ചിലും എല്ലാം ഉണ്ടാകുന്ന ഒരു നജീബുണ്ട്. അന്ന് നാട്ടിൽ നിന്ന് എത്തിപ്പെട്ട ഒരു നജീബാണ്. നാട്ടിൽ നിന്ന് എത്തി 1-2 ദിവസത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു നജീബുണ്ട്. എന്താ പറയുക, ആ ഒരു സമയം മുതൽ ആ സ്കിൻ ടോണിൽ ടാൻ അടിച്ചിട്ട് വരുന്ന മാറ്റം മുതൽ, പിന്നെ അവിടെ നിന്ന് പിന്നീട് ഞാൻ ട്രാപ്പായി പെട്ടു, ഇനി എനിക്കിതിൽ നിന്നൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു നജീബുണ്ട്. പിന്നെ ഇതെല്ലാം മറന്ന് ഞാനിനി ഇവിടെയാണ്, ഇത് എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഇവിടെയാണെന്നുള്ളൊരു ലെവലിൽ ജീവിക്കുന്ന ഒരു നജീബുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു മാറ്റമുണ്ട്. ഒരു മൃഗങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വൈൽഡായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബിഹേവിയറും എല്ലാം വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ റൊട്ടി കഴിക്കുന്ന സീനാണെന്നുണ്ടെങ്കിലും, എങ്ങനെ നമ്മളിങ്ങനെ തല തിരിച്ച് നോക്കുന്ന നോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും, ആട് നോക്കുന്ന പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ ഇങ്ങനെ മണലിങ്ങനെ കാല് പുതഞ്ഞ് ആട് നടക്കുന്ന പോലെയുള്ള വേച്ചുള്ള നടത്തം. അതേപോലെ തന്നെ എന്താ പറയുക, ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഒരു മനുഷ്യനോട് അയാൾ സംസാരിക്കുന്നില്ല ഇതിനിടയ്ക്ക്, അയാൾ സംസാരിക്കുന്ന ഭാഷ അറിയാവുന്ന ഒരു മനുഷ്യനും അവിടെയില്ല. അറബിയാണ്, അറബീനോട് സംസാരമില്ല, പിന്നെയുള്ളത് മൃഗങ്ങളാണ്. അപ്പോൾ അവിടെ ഉപയോഗപ്പെടുന്ന എന്താ പറയുക ശബ്ദങ്ങളിൽ വരുന്ന ഇതാണെന്നുണ്ടെങ്കിലും, അവിടെ ആ അനിമൽസിനോട് ഒരു വൈൽഡ് ബിഹേവിയറിൽ പെരുമാറുന്ന ഒരു നജീബിനെയൊക്കെ കാണുന്ന സമയത്ത്, അപ്പോൾ ആ ഒരു മനുഷ്യൻ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഇതിനകത്ത് കാണാനേ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടുകാരനായിട്ട് കൂടെ മലപ്പുറത്തുനിന്ന് ഒരാൾ കൂടെ പോകുന്നുണ്ട് ഈ ദുബായിലേക്ക്, ഒരേ കമ്പനിയിലേക്കാണ് പോകുന്നത്. ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആക്ടർ എന്താണ്, KR ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ പൃഥ്വിരാജിനെ പ്രശംസിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വിട്ടു പോകുന്ന ഒരു മനുഷ്യനാണ് ഈ KR ഗോകുൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതറിയാൻ പറ്റും. ഇവർ രണ്ടുപേരും ഒരേ സമയം ട്രാപ്പാവുന്ന മനുഷ്യന്മാരാണ്. ആ പയ്യൻ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, എൻ്റെ പൊന്നോ. ആ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവരെ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്തുള്ള ഒരു മാറ്റമുണ്ട്. താടിയും മുടിയൊക്കെ വളർന്നിട്ട് പൃഥ്വിരാജൻ എന്ത് ഡെഡിക്കേഷനാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു മനുഷ്യനും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മ്യൂസിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, AR റഹ്മാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണെന്നുള്ളതാണ്. നമുക്ക് ആ പെരിയോനെ റഹ്മാനെ എന്ന് പറയുന്ന ആ ഒരു സാധനം ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ചില സിനിമയ്ക്കകത്ത് BGM ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കും അല്ലേ, പല സിനിമകളും നമ്മൾ കാണുന്ന സമയത്ത് BGM ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. സത്യത്തിൽ സീനെ ബൂസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് BGM എന്ന് പറയുന്നത്. പക്ഷേ ഇമാജിൻ
ഈ ബിജിഎമ്മും അതേപോലെ തന്നെ ആ ഒരു സന്ദർഭം കൂടെ അങ്ങോട്ട് ബ്ലെൻഡായിട്ട് നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുന്നൊരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണ് ഞാൻ ചില സ്ഥലങ്ങളിലൊന്നും ഞാൻ ബിജിഎമ്മിനെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വിഷ്വലിന് പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് വിഷ്വലും ആ ഒരു ഓഡിയോയും ആ ഒരു ബിജിഎമ്മും കൂടെ ഇങ്ങനെ ബ്ലെൻഡായിട്ടാണ് ഈ ഒരു സിനിമയിലൂടെ പോകുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ മനുഷ്യൻ ഇങ്ങനെ അത് ചെയ്തത് എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ബിജിഎം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ആ ഒരു ഇമോഷനെ നമ്മൾ ഓൾറെഡി ഭയങ്കര ഇമോഷണലായിട്ട് ഇരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ ഒരു മ്യൂസിക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പല സിറ്റുവേഷനിലും ഇതെല്ലാം കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ട് നമ്മൾ വല്ലാത്ത ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അത്തരത്തിൽ. ഈ ഹക്കീമിൻ്റെ മരണം അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതിങ്ങനെ ബ്ലെൻഡായി ഇങ്ങനെ പോയി നമ്മളൊരു വല്ലാത്തൊരു ഇമോഷനിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന ഒരു 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 സിറ്റുവേഷൻ. പിന്നെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാൻ, ക്യാമറ അവിടെ നമ്മൾ വെറുതെ ക്യാമറ വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നത്തേ ഇല്ല. എന്താ പറയുക, നമ്മളിങ്ങനെ ആകാശത്ത് നിന്ന് നമ്മൾ എവിടെന്നെങ്കിലും ഒരു മനുഷ്യൻ, നിസ്സഹായനായ ഒരു മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. അങ്ങനെയാണ് എനിക്ക് നജീബിനെ അതിനകത്ത് തോന്നിയത്. ആ നജീബിൻ്റെ രൂപം എല്ലാം കാണുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാമറ വർക്ക് എന്ന് പറയുന്നത്. അതിങ്ങനെ കട്ടായി മാറുന്നൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല ഈ ഒരു സിനിമക്കകത്ത് എന്നുള്ളതാണ്. എഡിറ്റിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടെയാണ് അത്. എഡിറ്റിംഗ് ഒക്കെ വേറെ മാസ്പരികമായിട്ടുള്ള ട്രാൻസിഷനോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ വേണ്ട സ്ഥലത്ത് ഇതിങ്ങനെ ജമ്പ് ചാടി പോകുന്നൊന്നും നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മൾ എവിടുന്നോ ആകാശത്ത് നിന്ന് നമ്മൾ ഒരു മനുഷ്യൻ നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് നോക്കി നിൽക്കുന്നത് പോലെയാണ് ക്യാമറ. അപ്പോൾ ഈ എല്ലാം കൂടെ അങ്ങനെ കൂടി വന്നിട്ടുള്ള ഒരു സിനിമ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ, എല്ലാവരും വായിച്ചിട്ടുള്ള, എല്ലാവരും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനത്തിനെ അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് മാൻ. മലയാള സിനിമയുടെ സീൻ മാറുക തന്നെയാണ് ഈ ഒരു സിനിമയോട് കൂടെ എന്നുള്ളതാണ്. അത്രയ്ക്ക് നമ്മളെ ഇമോഷണലാക്കുന്ന ഒരു വല്ലാത്തൊരു സിനിമ തന്നെയാണ് ഈ ബ്ലെസ്സിയുടെ ആടുജീവിതം. മാത്രമല്ല ഒരു മനുഷ്യൻ 3.5 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ അനുഭവിച്ചതാണ് 2.25 മണിക്കൂറിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ബെന്യാമിൻ ഇത് എഴുതുന്ന സമയത്ത് ബെന്യാമിന് ഒരുപാട് വിശദീകരിച്ച് പല സിറ്റുവേഷൻസും എഴുതാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മൾ ആടുജീവിതം വായിക്കുന്ന സമയത്ത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ആടുകൾക്കും ഓരോ പേരിട്ട് വിളിക്കുകയും അതേപോലെ തന്നെ അതിലൊരു ആട്ടിൻകുട്ടിനെ ജനിച്ച സ്വന്തം മകനായിട്ട് കാണുകയൊക്കെ ചെയ്യുന്ന നജീബ്. ആ സാധനങ്ങളൊന്നും ഈ സിനിമക്കകത്തില്ല. കാരണം 2.5 മണിക്കൂറിലേക്ക് ഒതുക്കണം 3 വർഷത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ. അതിനെ വെട്ടിച്ചുരുക്കി കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് തോന്നത്തേയില്ല ഈ ഒരു സിനിമക്കകത്ത് എന്നുള്ളതാണ്. നമ്മൾ പല നോവലുകളൊക്കെ സിനിമയാക്കുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ മിസ്സായി പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്നുള്ള തോന്നൽ ചില സിനിമക്കകത്തൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമക്കകത്ത് അതില്ല. 3 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചത് അത് ആ 3 വർഷമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുള്ളതാണ്. അതിനകത്ത് വർഷങ്ങൾ കാണിക്കുക, ഇത്ര വർഷമായി എന്ന് കാണിക്കുക, അതൊന്നുമില്ല. പകരം ഒരു മനുഷ്യൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷനാണ് ഇത്ര വർഷമായി ഇത്ര കാലമായി എന്നുള്ളത് കാണിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബെന്യാമിൻ എഴുതി വെച്ചത് ജസ്റ്റ് സ്ക്രീനിലേക്ക് പകർത്ത മാത്രമല്ല ബ്ലെസ്സി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെ അപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ബ്ലെസ്സിയുടെ ഒരു ഇമാജിനേഷനും ബ്ലെസ്സിയുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ ഇതിനകത്തേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് തോന്നിപ്പോയി എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ. കാരണം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അലയുന്ന സമയത്ത് പല സമയത്തും ഇതൊരു നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ പ്രസൻറ്റിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കോട്ട് വന്നിട്ട് നാടിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ മരുഭൂമിയിൽ നിന്ന് നമ്മുടെ നാടെന്ന് കാണിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വെള്ളം, പച്ചപ്പ്, ഒരു തണലിന് വേണ്ടിയിട്ട് ഇവർ അലഞ്ഞ് നടക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ മരങ്ങളും വെള്ളമൊക്കെ ഉള്ള ഒരു ഭൂമിക കാണിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജനതയാണെന്നുള്ളത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയി. മിക്കവാറും നിങ്ങൾക്കും അത് തോന്നുമായിരിക്കും നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരാണെന്നുള്ളത്.
പിന്നെ ഇതിനകത്ത് കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജിമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ് നമുക്ക് നജീബിനെ മരുഭൂമിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അത് ജിമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ പുള്ളിയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ വേറെ റേഞ്ചിലാണ് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അർബാബുകളായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ അവരുടെ എല്ലാവരുടെയും മാക്സിമം സാധനം ഈ ഒരു സിനിമയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു നോവൽ അല്ലേ, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കഥ, നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പലതരത്തിലുള്ള വിഷ്വൽസ് രൂപപ്പെട്ടിട്ടുള്ള എന്താ പറയുക, ഒരു കഥ, ഒരു നോവൽ, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തായിരുന്നു അവിടെ അനുഭവിച്ചതെന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ. നമുക്കും നമ്മുടെ മലയാള സിനിമയ്ക്കും ഈ രീതിയിൽ സിനിമകൾ ചെയ്യാൻ പറ്റും, ഹോളിവുഡിന് മാത്രമല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണിച്ചു തരുന്ന ഇപ്പോൾ കാസ്റ്റവേ പോലെയൊക്കെയുള്ള സിനിമകളുണ്ട്. ഇതല്ലെങ്കിലും ഇതിൻ്റെ ഒരു വിമാനാപകടത്തിൽ ഒരു ഐലൻഡിൽ പോയി പെടുന്ന ഒരു സിനിമയാണ് കാസ്റ്റവേ അല്ലേ. അതിനകത്തും ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കും ചെയ്യാൻ പറ്റും, നമ്മളും അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന, നമുക്കൊരു അഭിമാനം ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ബ്ലെസ്സിയുടെ ആടുജീവിതം എന്ന് പറയുന്നത്.